ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആയാൽ അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? എന്താണ് ചോദിച്ചുള്ളത്? ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും തുല്യമായിരിക്കും. ഇതിന്റെ വികർണത്തിന്റെ നീളം തന്നിട്ടുണ്ട്. വികർണത്തിന്റെ നീളം 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വശത്തിന്റെ നീളം എത്ര? 4 വശവും സെയിം ആയിരിക്കും. അപ്പോൾ വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് വികർണം. വികർണം 4 സെന്റിമീറ്റർ. ഡി എന്നാണ് നമ്മൾ ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വികർണം ഇതിപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഡി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ ഡി സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ ആണ്. സോ ഡി ഈക്വൽ ടു √2a ആണ്. അപ്പോൾ ഒരു സമചതുരത്തിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വികർണത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, വികർണം എന്ന് പറഞ്ഞാൽ √2a ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വശമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വികർണം 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ √2 ഇൻറ്റു എ ഈക്വൽ ടു എന്താണ്? 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ എ ഈക്വൽ ടു എന്താണ്? 4/√2. ഓപ്ഷനിൽ 4/√2 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല. സോ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 4നെ എനിക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം. താഴെ √2 എന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് 2നെ എനിക്ക് √2 സ്ക്വയർ എന്ന് എഴുതാലോ. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2. പിന്നെ ഇവിടെ ആ 2 അതുപോലെ തന്നെ ഇട്ടു, ഡിവൈഡ് ബൈ √2. ഇനി ഡിനോമിനേറ്ററിലെ ഈ √2 മുകളിലെ ഒരു √2 വെട്ടിപ്പോകും. ബാക്കി എന്താ ഉണ്ടാവുക? √2 ഇൻറ്റു 2, അതായത് 2√2 ആണെന്ത്? ഒരു വശത്തിന്റെ നീളം. സോ ഓപ്ഷൻ ഡി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, -1 all raised to 99 പ്ലസ് -1 all raised to 100 പ്ലസ് -1 all raised to 101 എത്ര? -1 all raised to 99 പ്ലസ് -1 all raised to 100 പ്ലസ് -1 all raised to 101 ഇതിന്റെ വില എത്ര? അപ്പോൾ നമുക്കറിയാം -1 raised to ഒറ്റ സംഖ്യ ആണെങ്കിൽ -1 ആണ് വരിക. പ്ലസ് -1 raised to ഇരട്ട സംഖ്യ ആണെങ്കിൽ +1 എന്നാണ് വരിക. പ്ലസ് -1 raised to വീണ്ടും ഒറ്റ സംഖ്യ, അപ്പോൾ അവിടെ എന്ത് വരും? -1 വരും. സോ -1 + 1 -1. ഈ -1 + 1 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്തുണ്ട്? -1. സോ ഓപ്ഷൻ ബി ആണെന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, 25 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ഒരു കാർ 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 30 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ഈ കാർ എത്ര ദൂരം സഞ്ചരിക്കും? എന്താണ് പറയുന്നത്? 25 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ചപ്പോൾ 150 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 30 ലിറ്റർ ഉപയോഗിച്ച് എത്ര ദൂരം യാത്ര ചെയ്യാം? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1 ലിറ്റർ പെട്രോൾ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് നോക്കേണ്ടത്. 1 ലിറ്റർ കൊണ്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് 30 ലിറ്റർ കൊണ്ട് കിട്ടും. 30 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 25 ലിറ്റർ കൊണ്ട് 150 കിലോമീറ്റർ യാത്ര ചെയ്യും. സോ 1 ലിറ്റർ കൊണ്ട് എത്ര യാത്ര ചെയ്യും? 150 കിലോമീറ്റർ ഡിവൈഡ് ബൈ 25. ഇതാണ് 1 ലിറ്റർ കൊണ്ട് യാത്ര ചെയ്യുന്ന ദൂരം. ഇനി നമുക്ക് 30 ലിറ്റർ കൊണ്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനെ ഇൻറ്റു 30 ചെയ്യാം. ഇതിൻ്റെ വില എത്ര നോക്കിയാൽ മതി. 5 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 6, ഇവിടെ 5. 5ഉം 150ഉം വെട്ടിക്കഴിഞ്ഞാൽ 30. സോ 30 ഇൻറ്റു 6 180 കിലോമീറ്റർ. എത്ര ദൂരം സഞ്ചരിക്കും? 180 കിലോമീറ്റർ. 30 ലിറ്റർ കൊണ്ട് 180 കിലോമീറ്റർ യാത്ര ചെയ്യും. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു പാത്രത്തിന്റെ വാങ്ങിയ വില 120 രൂപയാണ്. ഇത് 10% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര? അപ്പോൾ എന്താണ്? ഒരു പാത്രത്തിന്റെ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 120 രൂപയാണ്. ഓക്കെ, ഇത് 10% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര? 10% നഷ്ടത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 90%, വാങ്ങിയ വിലയുടെ 90% വിറ്റു.
അപ്പോൾ വാങ്ങിയ വില നമ്മൾ 100% എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ 90% കാണേണ്ടത്. അപ്പോഴല്ലേ 10% നഷ്ടത്തിൽ വിൽക്കുകയുള്ളൂ. അപ്പോൾ 120ൻ്റെ 90% എത്ര, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 120ൻ്റെ 1% കാണാം. അപ്പോൾ അതിനെ 120നെ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1% കിട്ടും. 120/100, ഇതാണ് 120ൻ്റെ 1%. ഇനി നമുക്ക് എത്ര ശതമാനം കാണേണ്ടത്? 90% ഇൻറ്റു 90. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0യും 0യും വെട്ടും. 120നെയും 10നെയും 5 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2, ഇവിടെ എത്ര വരും? 24. 2നെയും 24നെയും വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 12 ഉണ്ടാവും. സോ 12 × 9, 12 × 9 എത്ര വരും? 108. അപ്പോൾ 10% നഷ്ടത്തിൽ വിൽക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 108 രൂപയ്ക്ക് വിൽക്കണം. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, x + y = 6ഉം x - y = 4ഉം ആയാൽ x × y എത്ര? എന്താണ് ചോദിച്ചുള്ളത്? x + y = എത്രയാണ്? 6. x - y എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ x × y എത്ര? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ x + y = 6 ഉണ്ട്. ഇതൊരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? x - y = 4. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് രണ്ട് സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെയോ വൈൻ്റെയോ വാല്യൂ കണ്ടെത്തണം. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മറ്റേ വാല്യൂ കിട്ടും. x × y കാണാൻ നമുക്ക് എക്സും കാണണം y കാണണം അല്ലേ? അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എക്സ് കിട്ടും എന്നാണ് നോക്കേണ്ടത്. ഇവിടെ x + y ആണ്, ഇവിടെ x - y ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ 6 ഉണ്ട്, 4 ഉണ്ട്. സോ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത് രണ്ടും കൂട്ടാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x + y പ്ലസ് x - y ഈക്വൽ ടു ഇവിടെ 6 + 4 10. ഈ പ്ലസ് വൈയും മൈനസ് വൈയും വെട്ടിപ്പോകും. സോ 2x = 10 എന്ന് കിട്ടും. സോ x എന്താ? x = 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഈ വൈൻ്റെ വാല്യൂ കിട്ടാൻ എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ ഇതിലോ കൊടുത്താൽ മതി. ഞാൻ ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ. സോ എക്സിൻ്റെ സ്ഥാനത്ത് 5 - y = 4. സോ y എന്താണ്? 5 - 4 = y. 1 = y. സോ x = 5, y = 1. സോ x × y എന്താണ്? 5 × 1. 5 × 1 എത്ര? 5. സോ ഓപ്ഷൻ സി 5 ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങിന് തുല്യമായാൽ സംഖ്യ ഏത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ്. എണ്ണൽ സംഖ്യ ഏതാണെന്ന് അറിയില്ല, അപ്പം ഞാനിവിടെ x ആക്കി എടുത്തു സംഖ്യ. സോ ഇതിൻ്റെ 5 മടങ്ങ്, ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x = ആ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങിന് തുല്യമാണ്. നമ്മളെടുത്ത സംഖ്യ x ആണ്. ആ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യ, അതായത് x + 3, ഇതാണ് 3 കൂടുതലായ മറ്റൊരു സംഖ്യ. ഇതിൻ്റെ 2 മടങ്ങിന് തുല്യമാണ്. അപ്പോൾ × 2. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ x കാണണം, അതാണ് നമ്മുടെ സംഖ്യ. സോ ഇവിടെ 5x ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇവിടെ 2x + 6 വരും. ഈ 2xനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഇവിടെ 3x ഉണ്ടാവും, പിന്നെ ഇവിടെ 6. സോ x = 2. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അതായത് നമ്മുടെ സംഖ്യ 2 ആണ്. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 100നും 700നും ഇടയിൽ 3ൻ്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട്? 100ൻ്റെയും 700ൻ്റെയും ഇടയിൽ 3ൻ്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 100 കഴിഞ്ഞാൽ പിന്നെ 3ൻ്റെ ഗുണിതമായ തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 102 അല്ലേ? പിന്നെ അടുത്തത് ഏതായിരിക്കും? 102 + 3 105 ആയിരിക്കും. അടുത്തത് 108, അങ്ങനെ പോകും. ഇനി ലാസ്റ്റത്തെ നമ്പർ ഏതാണ്? 700ൻ്റെ താഴെ ഏറ്റവും വലിയ
3 കൊണ്ട് ഗുണിക്കാൻ പറ്റിയ സംഖ്യ 3ന്റെ ഗുണിതം എന്ന് പറയുന്നത് 699 അല്ലെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്ര ഗുണിതങ്ങൾ ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് അറിയേണ്ടത് അല്ലെ. അപ്പോൾ ഇതൊരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് nth ടേം. n ആണ് നമുക്ക് കാണേണ്ടത്. n കണ്ടാൽ ഇതിൽ എത്ര ടേംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര 3ന്റെ ഗുണിതങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അരിതമെറ്റിക് പ്രോഗ്രഷനിൽ an ഈക്വൽ ടു a1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ്. ഡി ഇവിടെ എത്രയാണ്? 3 ഓക്കെ. അപ്പോൾ നമുക്കിതിൽ n കാണാം. an എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ടേം 699 ഈക്വൽ ടു a1 എന്ന് പറഞ്ഞാൽ 102 പ്ലസ് n-1 അതുപോലെ ഇടുക, ഡിയുടെ സ്ഥാനത്ത് 3 ഇടുക. ഇനി ഈ 102 അങ്ങോട്ട് കൊണ്ടുവന്നാൽ 699 മൈനസ് 102 എത്ര കിട്ടുക? 599, 597 എന്ന് കിട്ടും. 597 ഈക്വൽ ടു n-1 ഇൻറ്റു 3. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 597 ഈക്വൽ ടു 3n-3 എന്ന് കിട്ടും. 3n-3 എന്ന് കിട്ടും. ഓക്കെ. ഈ -3 അങ്ങോട്ട് കൊണ്ടുവന്നാൽ +3 ആവും. അപ്പോൾ ഇവിടെ 600 എന്ന് വരും. 600 ഈക്വൽ ടു 3n. സോ n എന്താ? 600 ഡിവൈഡ് ബൈ 3. 600നെ 3 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 200 ഉണ്ടാവും അല്ലേ. സോ എന്നിൻ്റെ വില എത്രയാണ്? 200. ദാറ്റ് ഈസ് 102 മുതൽ 699 വരെ എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ഉണ്ട്. 3ന്റെ ഗുണിതങ്ങൾ n, 200. സോ ഓപ്ഷൻ ബി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. ആ ക്ലാസ്സിൽ പുതുതായി ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി ഉയരം 161 സെന്റിമീറ്റർ ആയി. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഉയരം എത്ര? എന്നാണ് ചോദിച്ചുള്ളത്. ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 160 സെന്റിമീറ്റർ ആണ്. പുതുതായി ഒരു കുട്ടി കൂടി വന്നു, അപ്പോൾ എത്ര ആളായി? 10 ആളായി. ഈ 10 ആളുടെ ശരാശരി ഉയരം എത്രയാണ്? 161 സെന്റിമീറ്റർ ആണ്. എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഉയരം എത്ര? അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ ഉയരം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പുതുതായി വന്ന ആളെ വന്നതിന് ശേഷമുള്ള ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ബാക്കിയുള്ള 9 കുട്ടികളുടെ ഹൈറ്റ് കുറച്ചാൽ മതി. അപ്പോൾ വന്ന കുട്ടിയുടെ ഹൈറ്റ് കിട്ടും. ഓക്കെ. അതായത് 10 കുട്ടികളുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 × 161 മൈനസ് നേരത്തെ ഉണ്ടായിരുന്ന 9 കുട്ടികളുടെ ടോട്ടൽ ഹൈറ്റ് കുറക്കുക, 9 × 160. ഇത് ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് ടേമൊന്നും ഞാൻ 10 പുറത്തെടുത്താൽ 10 ഇൻറ്റു പിന്നെ ഇവിടെ എത്ര ഉണ്ടാവുക? 161 മൈനസ് ഇവിടെ എത്ര ഉണ്ടാവുക? 9 × 16 ഉണ്ടാവും. കാരണം ഈ 10 പുറത്ത് പോകും. ഓക്കെ. അപ്പോൾ 9 × 16 എന്ന് പറഞ്ഞാൽ 144 ഓക്കെ. ദാറ്റ് ഈസ് 10 × 161 144 പോയാൽ 17. സോ 17 × 10 170 സെന്റിമീറ്റർ. അപ്പോൾ പുതുതായിട്ട് വന്ന കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 170 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, mod x - 1 ഈക്വൽ ടു mod x - 5 ആയാൽ എക്സിന്റെ വില എത്ര? x - 1ന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു x - 5യുടെ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്ര? നമ്മൾ ഓപ്ഷനിൽ 3, 4, 5, 6 ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തത്. ഇത് ഏറ്റവും ബെസ്റ്റ് നമ്മളിതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആൻസർ. അപ്പോൾ ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് x - 1 എന്ന് പറയുമ്പോൾ 3 - 1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് x - 5 എന്ന് പറയുമ്പോൾ 3 - 5. 3 - 1 എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ടു 3 - 5 എന്ന് പറഞ്ഞാൽ -2ന്റെ മാഗ്നിറ്റ്യൂഡ്. -2ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ശരിയാണ്. അപ്പോൾ ഇതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓപ്ഷൻ എ എക്സിൻ്റെ വില എത്രയാണ്? 3 കറക്റ്റാണ്. ഇനി 4ഓ 5ഓ 6ഓ ഇട്ടാൽ എന്ത് ചെയ്യില്ല? സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ. അപ്പോൾ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 15,000 രൂപക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര? എന്താണ് ചോദിച്ചുള്ളത്?
15,000 രൂപക്ക് 10% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ എത്ര? അപ്പോൾ 1 വർഷം 2 വർഷം 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ് നമുക്ക് വേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ് 10%, പ്രിൻസിപ്പൾ 15,000. അപ്പോൾ ഒന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് എത്ര ഉണ്ടാവും? 15,000-ന്റെ 10%. 15,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ 1,500 ആണ്. ഓക്കെ. രണ്ടാമത്തെ വർഷം പലിശ എത്ര ഉണ്ടാവും? 1,500 ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ പലിശ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വർഷത്തെ 1,500-ഉം രണ്ടാമത്തെ വർഷത്തിൻ്റെ 1,500-ഉം എത്ര വരും? 3,000 വരും. പ്ലസ് ഈ 3,000-ന്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും? കൂട്ടുപലിശ ആയതുകൊണ്ട് ഒന്നാമത്തെ വർഷത്തിൻ്റെ പലിശയുടെ പലിശ ഉണ്ടാവും. എന്ന് വെച്ചാൽ 1,500-ന്റെ 10%. 1,500-ന്റെ 10% 150. അപ്പോൾ ഇതായിരിക്കും രണ്ടാമത്തെ വർഷാവസാനം പലിശ കിട്ടുക, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ 3,000 150-ഉം എത്രയാണ്? 3,150 രൂപ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, 5 + 10 + 15 + എക്സെട്ര + 100 എത്ര? 5 + 10 + 15 + എക്സെട്ര + 100 ഇതിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് തേർഡ് ടേം ആണ്, ഇത് nth ടേം ആണ്. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? നമുക്കിതിൻ്റെ സമ്മാണ് കാണേണ്ടത്. ഓക്കെ. സമ്മ് കാണണമെങ്കിൽ നമുക്ക് എത്ര ടേംസ് ഉണ്ട് എന്ന് അറിയണം, n അറിയണം. n അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് an = 100 എന്ന് തന്നിട്ടുണ്ട്, അറിയാം. ദാറ്റ് ഈസ് an = നമുക്കറിയാം ഫസ്റ്റ് ടേം പ്ലസ് n-1 × d ആണ് nth ടേം, ദാറ്റ് ഈസ് 100. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a1-ന്റെ സ്ഥാനത്ത് 5 പ്ലസ് n-1 അതുപോലെ ഇടുക. d കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അടുത്ത 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 5 ആണ് ഡിഫറൻസ്. സോ d 5 ആണ്, ഈക്വൽ ടു 100. ദാറ്റ് ഈസ് n-1 × 5 ഈക്വൽ ടു ഈ 5-നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ -5 ആവും. അപ്പോൾ 100-ന്ന് 5 പോയി കഴിഞ്ഞാൽ 95. സോ n-1 ഈക്വൽ ടു 95/5 എത്ര? 19. സോ n-1 ഈക്വൽ ടു 19. സോ n ഈക്വൽ ടു എന്താ? 20. സോ 100 എന്ന് പറയുന്നത് 20-ാമത്തെ ടേം ആണ്. അപ്പോൾ 20 പദങ്ങളുണ്ട്. ഇനി നമുക്ക് സമ്മാണ് കാണേണ്ടത്, പ്ലസ് ആണ് അല്ലേ? അപ്പോൾ Sn ഈക്വൽ ടു നമുക്കറിയാം n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ദാറ്റ് ഈസ് n/2 എന്ന് പറയുമ്പോൾ 20/2, ഫസ്റ്റ് ടേം 5 പ്ലസ് ലാസ്റ്റ് ടേം 100. ദാറ്റ് ഈസ് 10 × 105 എത്ര കിട്ടുക? 1050. അപ്പോൾ സം എത്രയാണ്? 10,050 രൂപ. അപ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 12⁴ ഇൻറ്റു 9�3× 4 ഡിവൈഡ് ബൈ 6�3× 8�2× 27 എത്ര? 12⁴ ഇൻറ്റു 9�3× 4 ഡിവൈഡ് ബൈ 6�3× 8�2× 27. ഇതിൻ്റെ വില കാണാനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12-നെ നമുക്ക് 6 × 2 എന്ന് എഴുതാം. റേസ് ടു എന്തുണ്ട്? 4 ഉണ്ട്. അപ്പോൾ 6⁴ 2⁴ ഇൻറ്റു ഈ 9-നെ എനിക്ക് അതുപോലെ തന്നെ എഴുതി 9³ ഇൻറ്റു 4-നെയും അതുപോലെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? 6³ ഉണ്ട്, അതുപോലെ എഴുതി. പിന്നെ ഇവിടെ എന്തുണ്ട്? 8² ഉണ്ട്. 8²-നെ 8-നെ എനിക്ക് 2 × 4 എന്ന് എഴുതാം. പിന്നെ റേസ് ടു 2 ഉണ്ട്, അപ്പോൾ 2² 4² എന്ന് എഴുതാം. പിന്നെ ഇവിടെ എന്തുണ്ട്? 27 ഉണ്ട്. 27-നെ എനിക്ക് എന്ത് എഴുതാം? 3 × 9 എന്ന് എഴുതാം. 3 × 9 എന്ന് എഴുതാം 27-നെ. ഓക്കെ. ഇനി മേലെ താഴെയും കോമൺ ആയിട്ടുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടെ 6⁴ ഉണ്ട്, ഇവിടെ 6�3
ഇവിടെ 2/2 ഉണ്ട്, ഇവിടെ 2/4 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2/2 ഉണ്ടാവും. ഇനി ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4² ഉണ്ട്, അപ്പോൾ പിന്നെ ഇവിടെ 4 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ 9 ഉണ്ട്, ഈ 9³ നിന്ന് ഒരു 9 പോയി പിന്നെ ഇവിടെ 9² ഉണ്ടാവും. ഓക്കെ, ഈ 3ഉം ഈ 6ഉം വെട്ടിയാൽ പിന്നെ ഇവിടെ 2 ഉണ്ടാവും. സോ ബാക്കി എന്താ ഉള്ളത് നമുക്ക്? 2 × 2² 2ന്റെ ക്യൂബ് ഇൻറ്റു 9ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു 4 ഉള്ളത് അല്ലേ. ഇനി 2 ഇവിടെ 4 എന്ന് പറഞ്ഞാൽ 2² അല്ലേ, അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 2² ആണ്. അപ്പോൾ 2² 2³ വെട്ടിയാൽ ഇവിടെ എന്താ ഉണ്ടാവുക? 2 ഉണ്ടാവുക. അതായത് 2 × 9², 9² എന്ന് പറഞ്ഞാൽ 81. 2 × 81 എത്ര? 162. ഫൈനൽ ആൻസർ 162. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വികർണം 10 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവ്. ഒരു സമചതുരമുണ്ട്, ഇതിന്റെ വികർണം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഇതിന്റെ പരപ്പളവ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ സമചതുരം ആവുകൊണ്ട് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലെ. ഏരിയ എന്ന് പറഞ്ഞാൽ A² ആണ്. അപ്പോൾ പരപ്പളവ് കാണാൻ നമുക്കിവിടെ A² ആണ്. അപ്പോൾ A എന്താണെന്ന് അറിയണം. അപ്പോൾ ഇത് ഒരു സമചതുരമായതുകൊണ്ട് തന്നെ ഈ വശം A ആണ്, ഈ വശം A ആണ്, ഇതാണ് ഡയഗണൽ D. നമ്മൾ ഈ ഒരു മട്ടത്രികോണം എടുക്കുകയാണെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് D² = എന്ത് എഴുതാം? A² + A² എന്ന് എഴുതാം. ദാറ്റ് ഈസ് D² = 2A² എന്ന് എഴുതാം. സോ D എന്ന് പറഞ്ഞാൽ √2A ആണ്. അപ്പോൾ ഡയഗണലിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് √2A ആണ്. √2A = 10 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് ഡയഗണലിൽ. ദാറ്റ് ഈസ് √2A = 10 സെന്റിമീറ്റർ. സോ A എന്ന് പറഞ്ഞാൽ 10/√2. ഇനി നമുക്ക് എന്റെ വാല്യൂ കിട്ടി, നമുക്ക് ഏരിയ ആണ് വേണ്ടത്. സോ ഏരിയ = എന്താണ്? A² ആണ്. A² എന്ന് പറയുമ്പോൾ 10/√2 ഹോൾ സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100 ഡിവൈഡ് ബൈ √2ന്റെ സ്ക്വയർ 2. സോ 50 ആണ് വരിക. 50 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ. സോ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, എയുടെ കൈവശമുള്ള തുകയുടെ 2/5 ഭാഗമാണ് ബിയുടെ കൈവശമുള്ളത്. ബിയുടെ കൈവശമുള്ള തുകയുടെ 7/9 ഭാഗമാണ് സിയുടെ കൈവശമുള്ളത്. 3 പേരുടെയും കൈവശമുള്ള ആകെ തുകയുടെ തുക 770 രൂപയായാൽ എയുടെ കൈവശമുള്ള തുക എത്ര? അപ്പോൾ എയുടെ കൈവശമുള്ള തുക എക്സ് ആക്കി എടുത്താൽ, എയുടെ കൈവശമുള്ള തുക എക്സ് ആക്കി എടുത്താൽ ബിയുടെ കൈവശമുള്ള തുക എത്രയാണെന്ന് പറഞ്ഞത്? എയുടെ കൈവശമുള്ള തുകയുടെ 2/5 ഭാഗമാണ് ബിയുടെ കൈവശമുള്ളത്. അതായത് 2/5 എക്സ് ആണ് ബിയുടെ കൈവശമുള്ളത്. ഇനി സിയുടെ കൈവശമുള്ളത് എത്രയാണ്? ബിയുടെ കൈവശമുള്ള 7/9 ഭാഗമാണ് സിയുടെ കൈവശമുള്ളത്. അപ്പോൾ ബിയുടെ കൈവശമുള്ളത് 2/5 × എക്സ് ആണ്. ഇതിന്റെ 7/9 ഭാഗം. അപ്പോൾ 7/9 × 2/5 എക്സ്. ദാറ്റ് ഈസ് 7 × 2 14/45 എക്സ്. ഇതാണ് സിയുടെ ഭാഗത്തുള്ളത്. ഇനി 3 പേരുടെയും ആകെ തുക 770 ആയാൽ, അതായത് ഇത് 3ഉം കൂട്ടിയാൽ എക്സ് പ്ലസ് 2/5 എക്സ് പ്ലസ് 14, ഇത് ഇതുപോലെ തന്നെ എഴുതാം. കാരണം ഇവിടെ സിംപ്ലിഫിക്കേഷൻ്റെ ഇതാക്കാൻ വേണ്ടിയിട്ട് സി ഇതുപോലെ തന്നെ എഴുതാം. 7/9 × 2/5 എക്സ്. ഓക്കെ, ഇത് എത്രയാണെന്ന് പറഞ്ഞത്? 770. ദാറ്റ് ഈസ് ഇവിടെ എക്സ് ഉണ്ട്, എക്സ് പ്ലസ് 2/5 എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ പിന്നെ ഇവിടെ 1 ഉണ്ടാവും, പ്ലസ് ഇവിടെ ഉണ്ടാവും 7/9 ഉണ്ടാവും, ഈക്വൽ ടു 770. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2/5 എക്സ് പ്ലസ് 9 + 7 16/9 ഈക്വൽ ടു 770. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 × 16 32 എക്സ് ഡിവൈഡ് ബൈ 45 ഈക്വൽ ടു 770.
770. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45x പ്ലസ് 32x എത്ര കിട്ടുക? 77x ഡിവൈഡ് ബൈ 45 ഈക്വൽ ടു 770 എന്ന് കിട്ടും. സോ ഇതിൽ എക്സ് എങ്ങനെ കാണാം നമുക്ക്? എക്സ് ഈക്വൽ ടു 770 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 77. 77 770 വെട്ടിയാൽ പിന്നെ ഇവിടെ 10 ഉണ്ടാവും. സോ എക്സ് ഈക്വൽ ടു 45 ഇൻറ്റു 10 450. എക്സിൻ്റെ വില എത്ര? 450. അപ്പോൾ എയുടെ ഭാഗത്തിലാണ് എയുടെ കൈവശമുള്ള വില തുക 450 രൂപയാണ്. സോ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, രണ്ട് ഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആയാൽ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത്? രണ്ട് ഗോളങ്ങളുണ്ട്, അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം R1:R2 എത്രയാണ്? 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് കാണേണ്ടത്. വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം V1:V2. V1 എന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തിന്റെ വ്യാപ്തം, വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ R² ആണ്. സോ ഇവിടെ R1² ഇവിടെ എന്ത് വരും? 4/3 പൈ R2 ക്യൂബ്. സ്ക്വയർ അല്ല, ക്യൂബാണ് കേട്ടോ. വോളിയത്തിന്റെ ഇക്വേഷൻ 4/3 പൈ R³ ആണ്. സോ നമുക്ക് ഇതാണ് കാണേണ്ടത്. ഈ 4/3 പൈ രണ്ട് ഭാഗത്തും ഉണ്ട്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. സോ R1³ ആണ് നമുക്ക് കാണേണ്ടത്. R1:R2 എന്ന് പറഞ്ഞാൽ 2:3 ആണ്. സോ R1³ എന്തായിരിക്കും? 2³ ആയിരിക്കും അല്ലേ? 2³ എന്ന് പറഞ്ഞാൽ 8, 3³ എന്ന് പറഞ്ഞാൽ 9. സോ R1:R1³ എന്ന് പറഞ്ഞാൽ 8:9 ആണ് അല്ലേ? 8:9. സോറി, 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 9 അല്ല, 3ന്റെ ക്യൂബ് 27 ആണ്. ഞാൻ 3² ആണ് എഴുതിയത്, അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോ 8:27. ഓക്കെ. ഇനി ഇപ്പം ഇതെന്തായിരുന്നു? V1 വോളിയത്തിന്റെ അംശബന്ധമായിരുന്നു അല്ലേ? അതായത് V1:V2 എന്ന് പറഞ്ഞാൽ 8:27. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വിൽക്കർമ്മത്തിന്റെ 4 മടങ്ങാണ് എങ്കിൽ സംഖ്യ ഏത്? അപ്പൊ നമ്മൾ എണ്ണൽ സംഖ്യ x ആക്കി എടുത്താൽ ഈ സംഖ്യ എന്ന് പറയുന്നത് ഇതിന്റെ വിൽക്രമത്തിന്റെ 4 മടങ്ങാണ്. അതായത് 1/x-ന്റെ 4 മടങ്ങാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് നമുക്ക് കാണേണ്ടത്, എക്സ്. അപ്പോൾ നമ്മൾ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ x × x ആവും. അവിടെ എന്തുണ്ടാവും? 4 ഉണ്ടാവും. x² = 4 എന്ന് പറഞ്ഞാൽ എക്സ് എന്താണ്? 2 ആണ്. എക്സിന്റെ വില എത്രയാണ്? 2 ആണ്. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ.